ഹായ്, എല്ലാവർക്കും നാസ്നീൻ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേയിലുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗിൽ പറയണേ. നമ്മൾ കുക്കിങ്ങും ഗാർഡനിങ്ങും അങ്ങനെ എല്ലാമായിട്ടുള്ളൊരു ചെറിയ വ്ളോഗ്. ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് തന്നെ വളരെ സ്ലോ ആയിട്ടായിരുന്നു കേട്ടോ. എണീറ്റ് തന്നെ ഒരുപാട് ലേറ്റായേ. ലേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ സാധാരണ സ്കൂളൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഒരുപാട് നേരത്തെ എണീക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് സൺഡേ അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോട്ടോ എണീറ്റ്. പിന്നെ അതിൻ്റെ മുന്നേ തന്നെ ആമിയൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നാസി പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ. ഇന്ന് സൺഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനിത് ആദ്യം തന്നെ രാത്രി കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ. ഇഡ്ഡലി ടീച്ചർ ആൻറ്റി ഇപ്പം പാപ്പുവിന് ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. കണ്ടോ കണ്ടോ ടീച്ചർ ആൻറ്റീനോട് താങ്ക് യു പറയണ്ടേ? ടീച്ചർ ആൻറ്റി നമുക്ക് കണ്ടിട്ട് പറയണം കേട്ടോ. കൊടുത്ത് ശരിയായി. ഓക്കെ, ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് എത്തി കേട്ടോ. ഇന്ന് പാപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി. അപ്പം ഞങ്ങളെ നെയ്ബർ അവർ ഇന്ന് നമുക്കിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടു തന്നു കേട്ടോ. അവരിന്ന് പാപ്പുവിന് ഇഷ്ടമുള്ള ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയപ്പം പാപ്പുവിന് വേണ്ടിയിട്ട് കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങളെയും ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു കേട്ടോ. അപ്പോഴേക്കിനും നാസി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരു ബൂസ്റ്റും ഒക്കെ ഉണ്ടാക്കി ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇഡ്ഡലി നമ്മുടെ പാപ്പക്കുട്ടിക്കാണ് ആദ്യം ഇഡ്ഡലി. ടീച്ചർ ആൻറ്റി ആർക്ക് ഉണ്ടാക്കിയതാ? എനിക്ക്. അപ്പോൾ പാപ്പുവിന് വേണ്ടിയിട്ട് ടീച്ചർ ആൻറ്റി കൊടുത്തതാണ് കേട്ടോ. പാപ്പുവിന് പനിയൊക്കെ വന്ന ദിവസം ഭയങ്കര ഇഷ്ടമായി ഇഡ്ഡലി എന്ന് പറഞ്ഞപ്പം ഇന്ന് ഓർത്ത് വന്നിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ പാപ്പു നല്ല ഇഷ്ടത്തോടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ പാപ്പുച്ചേ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ വെജ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിച്ചു. അതിനുശേഷം വേഗം ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ നാസി സൺഡേ ഇതേപോലെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നാസി കുറേ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇന്നും അതേപോലെ ക്ലീനിങ്ങും അതേപോലെ ബീഫ് ക്ലീൻ ചെയ്ത് തരികയൊക്കെ ചെയ്യുന്നത് നാസിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വേഗം ബിരിയാണിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു. ഇന്ന് ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, സൺഡേ സ്പെഷ്യലായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ആദ്യം ബിരിയാണിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഒരു വ്ളോഗ് കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഇട്ട വ്ളോഗ് ഞങ്ങൾ ജസ്റ്റ് ടി വിയിൽ എല്ലാവരും കൂടി ഇരുന്ന് കാണുമായിരുന്നു. അതിനുശേഷം കുറച്ച് പ്ലാന്റ്സിനൊക്കെ കുറച്ച് വളം ഒഴിച്ചു കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് മുറ്റത്തിറങ്ങിയപ്പോൾ വിചാരിച്ചു നമ്മളൊന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും, ചെടിക്ക് നനയ്ക്കുകയും അങ്ങനെ എല്ലാവർക്കും ഓരോരോ പണികളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ മുറ്റേക്കൊന്ന് അടിച്ചു വാരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും നാസി ഓരോ ക്ലീനിങ് ഒക്കെ ആയപ്പം ആമിക്കുട്ടിയാണ് കേട്ടോ ചെടിയൊക്കെ നനയ്ക്കുന്നത്. ഇതിപ്പോൾ അടുത്ത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ക്രീപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് മണ്ണിൻ്റെ ഒക്കെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മണ്ണും അതേപോലെ കുറച്ച് വളമൊക്കെ ഇട്ടിട്ട് ആ ചെടികളെയൊക്കെ ഒന്ന് റെഡിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ മണ്ണും കുറച്ച് വളമൊക്കെ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഇന്ന് അതും ജസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഗാർഡനിൽ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെയുള്ള കുറേ പരിപാടികളായിരുന്നു കേട്ടോ. അപ്പോൾ പാപ്പുവിന് ഒരു സന്തോഷത്തിന് അവളെ കൊണ്ടും ചെടിയൊക്കെ നനപ്പിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇനി ഉച്ചത്തേക്ക് വേണ്ട കുക്കിംഗ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മസാല റെഡിയാക്കുകയാണ്. അപ്പോൾ ആദ്യം വലിയുള്ളിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി, അതിൽ തക്കാളി ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് ബീഫും ഇട്ടിട്ട് അതിന് വിസിൽ വരുത്താൻ വേണ്ടി പോവാണ്. നമ്മൾ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് ആണ് ചെയ്യുക കേട്ടോ. ഒരു 5 വിസിൽ 6 വിസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ തൈര് ഒഴിച്ചു മല്ലിയില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇന്ന് ബിരിയാണീൻ്റെ ബീഫ് മസാല ഉണ്ടാക്കിയത് നാസിയാണ് കേട്ടോ. എന്താ പറയുക, മസാല എപ്പോഴും നാസിയാണ് ബീഫിൻ്റെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു പുതുതായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. വേറെ സ്പൈസസ് ഒന്നും ഇടാതെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മസാലയൊക്കെ സെറ്റാക്കി ഇനി ബിരിയാണീനെ ഒന്ന് ദം ചെയ്യാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് നട്ട്സും അതുപോലെ ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണാനും കഴിക്കാനൊക്കെ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇവിടെ കുട്ടികൾക്കൊന്നും അത്ര വലിയ അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിച്ച് ആവും. പിന്നെ ഇതിവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാലേൻ്റെ ആ ഒരു പാത്രത്തിലിട്ടിട്ട് നാസി ഇങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പം ഇത് ഇവരെല്ലാവരും കഴിക്കും കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടാവില്ല, 1-2 പിടി എല്ലാവർക്കും വാരി കൊടുക്കും. പക്ഷേ ഇത് നാസീൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും എപ്പോഴും ചെയ്യും കേട്ടോ. ഉമ്മ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അത് അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നാസി ഇവിടെ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വാരി കൊടുക്കും കേട്ടോ. പക്ഷേ അതിന് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുട്ടികളും നാസിയും കൂടെ ജസ്റ്റ് ഇവിടെ ഇരുന്ന് പാട്ടൊക്കെ കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയിട്ടൊന്ന് വേഗം ക്ലീൻ ചെയ്യാണ്. ഫ്ലോറും അതുപോലെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട്. സ്വസ്ഥതയിലോ? നിന്നോട് പറഞ്ഞതാ ഇവിടെ വന്നിരുന്നപ്പോ. നമ്മള് ബാക്ക് സൺഡേ വ്ളോഗിലെ മെയിൻ പരിപാടി നമ്മളെ ബാക്ക് വശത്ത് വന്നിട്ട് ഈ ബാക്ക് സൈഡ് നമുക്കൊന്ന് റീഡിസൈൻ ചെയ്യാം. അത് അടയ്ക്കടാ, ശബ്ദം. അതുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഈ ബാക്ക് നമുക്കൊന്നും മാറ്റം വരുന്നത് മൊത്തത്തിലല്ലേ. ഇവിടെ നമ്മള് കുറച്ചിങ്ങനെ പ്ലാന്റും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ മൊത്തം ഒന്ന് ചെയ്യാണ്ട് ഇവിടെ ഞങ്ങൾ തന്നെ അങ്ങനെ ഇരിക്കാനൊക്കെ വെറുതെ ചെയ്തിട്ടുണ്ട്. അടുത്തടുത്തൊക്കെ വീഡിയോകൾ വന്നപ്പം അവർക്കും പ്രൈവസി വേണം, നമുക്കും പ്രൈവസി വേണം. ഇതിപ്പോ നമ്മള് വെറുതെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള കല്ലും കൊണ്ട് ഉണ്ടാക്കിയതാണിത്. അതെ. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കിച്ചണും എല്ലാം ക്ലീനിങ്ങും കഴിഞ്ഞു. കുട്ടികളുടെ മുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. ഇനി ഫുഡ് കഴിക്കാനുള്ളൊരു പരിപാടിയാണേ. എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി നാസിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതേപോലെ പാപ്പു കുറച്ച് നേരം അവളുടെ വരയ്ക്കലൊക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ആമിക്കും അതേപോലെ അവളുടെ കുറച്ച് ക്രാഫ്റ്റും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് അവളും ബിസി ആയിട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പോയിട്ട് എൻ്റെ എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ടിരുന്നു കേട്ടോ. പിന്നെ ഇനിയൊരു വൈകുന്നേരം വരെ എല്ലാവരും ഇതേപോലെ കുറച്ച് സ്വന്തം ഓരോരുത്തരുടെ കാര്യങ്ങളിലും ബിസി ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് സമയം പാപ്പുവിന് എൻ്റെ കൂടെ മാത്രം ഇരുന്നിട്ട് കുറച്ച് വരയ്ക്കാനും കഥ പറയാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനും പാപ്പും കൂടെ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് കുറച്ച് അവൾക്ക് കഥയൊക്കെ പറയാനുള്ളതൊക്കെ കേട്ടിരിക്കുകയായിരുന്നു കേട്ടോ.
കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആമിക്കുട്ടി ഇതാ അവൾ ഉണ്ടാക്കിയ മാലയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പെറ്റലൊക്കെ വെച്ചിട്ട് നല്ല രസത്തിലുള്ള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരു ചായ കുടിക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് ചായ കുടിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്താനായിട്ടോ. ഓറഞ്ച്, ആപ്പിള്, അനാറ്. ചിക്കു തണുപ്പായിരിക്കില്ലേ? ആർക്കും അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിക്കണ്ട. പക്ഷേ എന്നാലും എല്ലാവരും ഒരു സമൂസയും ഒരു ഉന്നക്കായും ചായയൊക്കെ പറഞ്ഞു കേട്ടോ. ആമി പിന്നെ ഒരു ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായത്. അവൾക്കൊരു ഗ്രേപ്സിൻ്റെ ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായത് കേട്ടോ. ആദ്യം ചിക്കു ചോദിച്ചു, അപ്പോൾ പിന്നെ അതവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ നല്ലൊരു സൺസെറ്റൊക്കെ ഉള്ള നല്ല രസമുള്ളൊരു വൈബായിരുന്നു കേട്ടോ ആ സമയത്ത്. ജ്യൂസ് വരുന്നു. അങ്ങനെ നല്ല ചായയും സ്നാക്സൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിച്ചു. ഇനി അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ. അങ്ങനെ ഈവനിങ് ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ പിന്നെ ഒരു മൂവിയും കൂടെ ആയിക്കഴിഞ്ഞാൽ വീക്കെൻഡ് കംപ്ലീറ്റായി. അപ്പോൾ ഇന്നൊരു മൂവിയൊക്കെ കണ്ടു. പിന്നെ അവസാനം കുറച്ച് ലേറ്റായിട്ടാണ് ഇന്നും ഡിന്നറൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും